എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കിയ ക്രിസ്തു യേശുവിനെ പറ്റി ശ്രവിക്കാം. 2 കൊരിന്ത്യൻസ് 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. വിവിധ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തും വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിച്ചും കൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ കത്തിൻ്റെ ഭാഗമാണ് ഈ വാക്യം. ഈ അധ്യായത്തിൽ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ, ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയുടെ സ്വഭാവം, അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ എന്നിവയെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നു. ഈ വാക്യം യേശു മനുഷ്യത്വത്തിൻ്റെ പാപം ഏറ്റെടുക്കുന്നു എന്ന ആശയം ഊന്നി പറയുന്നു. പാപരഹിതനായിരുന്നിട്ടും മനുഷ്യരാശിക്ക് വേണ്ടി പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ അവൻ വഹിച്ചു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വാസികൾ നീതിയുള്ളവരായി കണക്കാക്കപ്പെടുന്നു. അതിനർത്ഥം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാന്മാരായി കണക്കാക്കപ്പെടുന്നത് അവരുടെ സ്വന്തം യോഗ്യത കൊണ്ടല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ത്യാഗപരമായ പ്രവൃത്തി കൊണ്ടാണ്. പാപം മൂലം തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കുകയും വിശ്വാസികളെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ ശക്തിയെ ഇവിടെ അടിവരയിട്ട് സംബോധന ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പാപമറിയാത്ത ക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപം ആക്കി. കാൽവരി കുരിശിൽ കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ തന്നിൽ തന്നെ പാപമുള്ളവനായി തീർന്നു എന്നുള്ളത് ഏതു നിലയിലുള്ള ചിന്താഗതികളെയും നാം നിശ്ചയമായും സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ചിന്താഗതി തെറ്റാണ്. നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തി, എന്നാൽ അവ അവനിൽ ഇല്ലായിരുന്നു. നമുക്ക് വേണ്ടി ദൈവം അവനെ ഒരു പാപയാഗമാക്കി എന്നുള്ളതായിരുന്നു സംഭവിച്ചത്. അവനിൽ വിശ്വസിക്കുമ്പോൾ നമ്മളെ നീതിമാന്മാരായി ദൈവം എണ്ണുന്നു. ന്യായപ്രമാണത്തിൻ്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും നമ്മുടെ പകരക്കാരൻ നിറവേറ്റുകയുണ്ടായി. അങ്ങനെ പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി നീതി അറിയാതിരുന്ന നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അത് ഇടയാക്കി എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സത്യമാണ്. ക്രിസ്തുവിലൂടെയുള്ള രക്ഷാ വാഗ്ദാനം ചെയ്യുന്നതിലെ ദൈവകൃപയുടെ ആഴത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. ക്രിസ്തുവിലുള്ള ഒരു പുതിയ സൃഷ്ടി എന്ന വ്യക്തിത്വം നാം സ്വീകരിക്കണം. അത് അവൻ്റെ നീതിയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതത്തിനായി നമ്മെ വിളിക്കുന്നു. അനുരഞ്ജനത്തിൻ്റെ ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ ലഭ്യമായ പ്രത്യാശയും പരിവർത്തനവും മനസ്സിലാക്കാൻ അവരെ നാം സഹായിക്കണം. സ്നേഹപിതാവേ, ക്രിസ്തുവിൻ്റെ അഗാധമായ സ്നേഹത്തെയും ത്യാഗത്തെയും വിലമതിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൻ്റെ പ്രതികരണവും വിശ്വാസ സമൂഹത്തിൽ സജീവമായ ഇടപെടലിനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.